സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കൺമണിയെ കരയാതുറങ്ങൂ ഇതിൻ്റെ അനുപല്ലവി നോക്കുമ്പോൾ കഴിഞ്ഞ കഥയിലെ കഥാനായകൻ തൊട്ടിട്ട് കഴിഞ്ഞ കഥയിലെ കഥാനായകൻ. അപ്പൊ അവിടെ കഴിഞ്ഞ കഥയിലെ പനി 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 പ ഗഗാനി ഗാന്ധാരം നിഷാദം. കഴിഞ്ഞ കഴിഞ്ഞ കഥയിലെ പനി പ മഗാനി മഗാനി എന്ന് പറയാം, മഗ എന്ന് പറയാം. പനി പ മഗാനി കഥയിലെ കഥയിലെ പനിപഗാനി അത്രയും മതി. കഴിഞ്ഞ കഥയിലെ പനിപഗാനി. അടുത്തത് കഥാനായകൻ മാമ സസമ സസമ മാമ പമഗ പമഗ പമ എന്ന് കൂട്ടി വായിക്കാണ്. കഥ സസമ കുറച്ച് പഠിത്തരാം. കഥ സസമ നായകൻ മാമ പമഗ പമഗ പമഗ. മനസ്സിലായില്ലേ? നായകൻ മാമ പമഗ. ഒറ്റ പ്രാവശ്യം പാടുള്ളൂ. കഴിഞ്ഞ കഥയിലെ കഥാനായകൻ സസമ മാമ പമഗ. മനസ്സിലായില്ലേ? കഥാനായകൻ കനിഞ്ഞു മഗ മഗ മ അല്ലെങ്കിൽ ഗ ഗ മ കനിഞ്ഞു നൽകിയ മനിധസനി നിപപനി മനി ധസനി നിപപനി മനി ധസനി നിപപനി. കഴിഞ്ഞു നൽകിയ മനിധസനി നിപപനി നൽകിയ മനിധസനി നിപപനി നൽകിയ നിധിയല്ലേ നിധി മാമപ നിധി മാമപ മാമപ യല്ലേ പാപ. കനിഞ്ഞു നൽകിയ നിധിയല്ലേ കനിഞ്ഞു മഗ മഗ മ കനിഞ്ഞു മനിധസനി മനസ്സിലായോ? മനിധസനി നൽകിയ ഗീയ നിപപനി നിപപനി ഗീയ. മനസ്സിലായോ? കനിഞ്ഞു നൽകിയ നിധിയല്ലേ മാമ പപ്പ. ഒറ്റ പ്രാവശ്യം കൂടി പാടിത്തരുള്ളൂ. കനിഞ്ഞു നൽകിയ നിധിയല്ലേ മനിധസനി നിപപനി മാമ പപ്പ. ഓക്കെ. കഴിയാത്ത കഥയിലെ പനി നീ നി 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 പനി നീ നി 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 നി. കഴിയാത്ത കഥയിലെ പനി നീ നി
സരിമക സരിമക എന്ന് പറയാം. പനി സരിമക എന്ന് പറയാം. കണ്ണീർ കഥയിലെ റിസ റിസ സാസപ്പ റിസ റിസ സാസപ്പ റിസ റിസ സാസപ്പ കണ്ണീർ കഥയിലെ പനി പാസനി പാസനി എന്ന് പറയാം. പനി പാസനി പനി പാസനി എന്ന് പറയാം കേട്ടോ. പനി സരിഗ കണ്ണീർ കഥയിലെ പനി സരിമകാരി സരി സാസനി കണ്ണീർ കഥയിലെ കഴിയാത്ത കഥയിലെ കണ്ണീർ കഥയിലെ കണ്ണീർ കഥയിലെ ഓക്കെ കഥാനായകൻ ഓക്കെ കഥ പാനിപാസ പാനിപാസ കഥ പാനിപാസ നായകൻ നീ പാനിപാഗസ നീപ നിപാഗസ നീപ നിപാഗസ നായകൻ നീ പാനിപാഗസ കഥാനായകൻ പാനിപാസ നീ പാനിപാഗസ കഥാനായകൻ പാനിപാസ നീ പാനിപാഗസ പാനിപാസ നീ പാനിപാഗസ കഥാനായകൻ നീയല്ലേ. രീ 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 ഋഷഭം രീ 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 നീയല്ലേ. രീ 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 അല്ലേ അല്ലേ നീസ പാസ നീസ പാസ നീസ പാസ അല്ലേ അല്ലേ. പോരെ ഷറായില്ലേ നന്നായിട്ട് പാടിയിട്ടുണ്ട്. സ്വരസ്ഥാനം കറക്റ്റാണ്. ഇനി നിങ്ങളെ കയ്യിലാണ് കിടക്കുന്നത് പഠനം. അപ്പൊ എന്ത് ചെയ്യാ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും പറയില്ല. ഏതൊക്കെ രീതിയിൽ ഉയർത്തി എന്നെ കൊണ്ടുപോകും നിങ്ങൾ കൊണ്ടുപോയിക്കോളി. അതിലും ഉയർത്താൻ ഞാനും ശ്രമിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ നന്നായി വരും, എല്ലാവരും നന്നായി പഠിക്കണം, നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുക കേട്ടോ. ശരി.